ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വ്ളോഗായിരിക്കും. ചേട്ടൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പിറവത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മമ്മി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, മോച്ചു ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു, പപ്പ ഉണ്ടായിരുന്നു, പിന്നെ മമ്മിയുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മേനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ വീട്ടിൽ ചെന്ന അമ്മേനെയും കൂട്ടി ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മോച്ചുവിന് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അവൻ അംഗനവാടിയിൽ പോകണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ വൈകിയാണ് എഴുന്നേറ്റ്, 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ പറഞ്ഞു വേഗം നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-10:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങണത് തന്നെ. സാധാരണ കുറച്ച് നേരത്തെയൊക്കെയാണ് ഞങ്ങൾ കൊച്ചിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇറങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം ഇച്ചിരി വൈകി ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പോണ വഴിക്ക് കണ്ടതാട്ടോ. ഇതിക്ക് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് തൃക്കളത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ പ്രതിമകളാട്ടോ. ഇത് വിൽപ്പനയ്ക്ക് വെച്ചേക്കണതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ഇതിൽ കൂടെ പോകണ്ടെങ്കിലും ഇങ്ങനെ പതുക്കെ നിർത്തി നിർത്തി സ്ലോ ചെയ്തിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാട്ടോ പോവാറുള്ളത്. എനിക്കും മോച്ചുവിനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പ എപ്പോഴും വെള്ളിമുങ്ങയ്ക്കാട്ടോ എവിടെ പോണെങ്കിലും പപ്പയ്ക്ക് കംഫർട്ടബിൾ അതാണ്. വീട്ടിൽ കാറുണ്ടെങ്കിലും പപ്പ അതേ ഓടിക്കുള്ളൂ കേട്ടോ. പപ്പയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടം അതാണ് കേട്ടോ. അങ്ങനെ മോച്ചു വിശന്നൊക്കെ ഇരിക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അതേ ചോറ് വന്നിട്ടുണ്ട്. നമ്മൾ ഊണാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഊണ് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്ര ടേസ്റ്റുള്ള ഫുഡൊന്നും കിട്ടാറില്ല. അവർ ചുമ്മാ ഉണ്ടാക്കി വെക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഫുഡ് കൊടുക്കണ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കയറിയിട്ടുള്ള ഹോട്ടലിലൊക്കെ വലിയ ടേസ്റ്റ് ഇല്ലാത്ത കറികളും വലിയ എന്തോ ആർക്കോ വേണ്ടി ചെയ്യണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല വൃത്തി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് എടുത്ത് അന്നാമിക്ക് മോച്ചുവിനൊക്കെ കൊടുക്കണ്ടായിരുന്നു. അന്നാമിക്ക് ഇങ്ങനെ കുറേ കറികളൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ വാരി വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ അമ്മ അന്നമോളെ പിടിച്ചിരിക്കായിരുന്നു കേട്ടോ. ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. മോച്ചു അന്നാമ്മയ്ക്ക് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി, ഫുഡും കിട്ടി. പിന്നെ അത് മാത്രമല്ല, അവിടെയൊക്കെ ഭയങ്കര ലൈറ്റുകളൊക്കെ ആയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അന്നാമ്മയ്ക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. മോച്ചുവിനാണെങ്കിൽ അനിയനെ കാണാൻ പോവാണെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അവന് കാര്യമൊക്കെ പിടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വരണ വഴിക്കൊന്നും മഴയുണ്ടായിരുന്നില്ല. നല്ല അത്യാവശ്യം ചൂടൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ചേച്ചിയുടെ വീട്, അതായത് എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്. ഇതാട്ടോ, പിറവത്താണ് വീട്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ കമന്നടിച്ച് നല്ല ഉറക്കമായിരുന്നു. ഞങ്ങളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് അവൻ ഇങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. അവന് ഞങ്ങൾ നോക്കായിരുന്നു, ഇതാരാണെന്നൊക്കെ നോക്കായിരുന്നു കേട്ടോ. അങ്ങനെ അന്നാമീനെ അവൻ്റെ അടുത്തേക്ക് പതുക്കെ ഇറക്കി വിട്ടു. അന്നാമി തോണ്ടലും പിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടെണ്ണത്തിന് ഇതിങ്ങനെ ഓരോ കയ്യിലും പിടിച്ചിട്ട് കൊടുക്കാനൊക്കെ അന്നാമീനോട് പറഞ്ഞു കേട്ടോ. അന്നാമി അവനെ പിടിച്ച് വലിച്ച് മാന്തലും പിച്ചലൊക്കെ ആയിരുന്നു കേട്ടോ സ്നേഹപ്രകടനം. അങ്ങനെ ഞാൻ കുറേ നേരം നുവ ബേബീനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. അവൻ്റെ പേര് ലാമേക്ക് എന്നാണ്. ഞങ്ങൾ നുവ എന്നാട്ടാ മോച്ചു വിളിക്കണത്. അങ്ങനെ മോച്ചുവിൻ്റെ മടിയിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോച്ചുവിൻ്റെ മടിയിലൊക്കെ ഇരുത്തി കൊടുത്തു വിട്ട് അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇവിടെ മോച്ചും അന്നാമ്മയും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാമ്മയ്ക്കാണെങ്കിൽ വീട്ടിൽ ചേട്ടായി ഒരു കളിപ്പാട്ടം തൊടാൻ സമ്മതിക്കില്ല. ഇവിടെ ആണെങ്കിൽ വന്നപ്പോൾ കുറേ കളിപ്പാട്ടം കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ. അവൾക്ക് കുറേ കളിപ്പാട്ടം ഉണ്ടെങ്കിലും മോച്ചു ഒന്നും തൊടാൻ സമ്മതിക്കാറില്ല. ഇവിടെ വന്നപ്പോൾ നുവയുടെ കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിക്കാൻ അവൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഫുൾ ടൈം നുവയുടെ പുറകെയായിരുന്നു കേട്ടോ മോച്ചു. അങ്ങനെ അന്നാമിക്ക് അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ കണ്ട മോച്ചു നുവ എപ്പോഴും ഭയങ്കര കൂട്ടാണ്. വീട്ടിൽ അവരുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. മോച്ചു ആണെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ആ സമയം അന്നാമിയുടെ അടുത്ത് അവനിങ്ങനെ പോരുത്തിക്കൊണ്ടിരിക്കുള്ളൂ കേട്ടോ. മോച്ചു അന്നാമിനെ വെറുതെ ഇട്ട് തല്ലൊക്കെ ചെയ്യും. നുവയുടെ അടുത്ത് ഭയങ്കര കെയറിങ് ആണ് അവന്. അങ്ങനെ മോച്ചുവിന് ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. മോച്ചുവിന് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ കുറേ നേരം ഞങ്ങൾ കൊച്ചിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുറേ നേരം അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവന് ടാറ്റയൊക്കെ കൊടുത്ത് പതുക്കെ ഇങ്ങനെ ഇറങ്ങാണ്. നല്ല മഴക്കാരുണ്ടായിരുന്നു, പിന്നെ വരണ വഴിക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ മോച്ചൂന് മലയാറ്റൂർ ഞങ്ങളെപ്പോൾ വന്നാലും പാർക്കിൽ പോണത് ഒരു പതിവാണല്ലോ ഈ വഴി വന്നു കഴിഞ്ഞാൽ. അങ്ങനെ മോച്ചൂനൊന്ന് പാർക്കിൽ കയറ്റാന്ന് പറഞ്ഞുകൊണ്ട് പപ്പ പാർക്കിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മോച്ചൂന് ഭയങ്കര ഇഷ്ടമായി. കാരണം അവന് ഒറ്റയ്ക്ക് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ഊഞ്ഞാലിലൊക്കെ കയറ്റി മമ്മിയും പപ്പയും കൂടി ഇങ്ങനെ ആട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അന്നമ്മോളെയും മോച്ചൂനെ ഇങ്ങനെ കയറ്റിയൊക്കെ ഇരുത്തി. പക്ഷെ അന്നമ്മോൾക്ക് അത് കയറിയപ്പോൾ തന്നെ ഭയങ്കര പേടിയായിട്ടാ. സാധാരണ അന്നമ്മോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഓരോന്നിലും അവൻ്റെ ഇഷ്ടപ്പെട്ട ഓരോ ഇതിലൊക്കെ കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്തിറങ്ങി വളരെ പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ കഴിച്ച് പോയി വന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ. കൊച്ചിനെ കണ്ട ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട്